ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ്വാഗൻ്റെ വെൻഡോ ആണ്. വെൻഡോ ഇത് ഹൈലൈനാണ്, 2014 ഇതിൻ്റെ മോഡൽ. സിംഗിൾ ഓണർ വാഹനം, പെട്രോളാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന് ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് പക്കാ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന വാഹനമാണ്. വളരെ നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സ്. പിന്നെ ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 സൈഡിലെ എയർ ബാഗ് കാര്യങ്ങളും ഫെസിലിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നമ്മളൊരു വെൻഡോ പരിചയപ്പെടാൻ പോകുന്നത് 2014 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 2014 മോഡൽ ഹൈലൈനാണ്, സിംഗിൾ ഓണർ വാഹനം. കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ് ഓടിക്കണമെന്ന് പറയാം. വെറും 47,000 കിലോമീറ്റർ അറൗണ്ടാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. വെൽ മെയിൻറ്റൈൻ ആയിട്ടിരിക്കുന്ന വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എഡ്ജസും കാര്യങ്ങളും നോക്കിയേക്കാം. പിന്നെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കാം. കണ്ടോ, നല്ല ഡീസൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോക്സ്വാഗൻ വെൻഡോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വാഹനം, നല്ല കടക്കം വാഹനം. ഇത് എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ഇതിൻ്റെ വീലാർസും കാര്യങ്ങളും നോക്കിയേക്കാം. വീലാർസിലേക്ക് വരാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പിൽ നിൽക്കുന്ന ടയേഴ്സ്, അലോയ്സ് ഫോക്സ്വാഗൻ്റെ ഒറിജിനൽ അലോയ്സാണ് നമുക്കിവിടെ വരുന്നുണ്ട്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബോണറ്റ് നോക്കാം. ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളും കിട്ടുന്നില്ല. അത് ലോവർ പാർട്ടിലേക്ക് വരാം. ബമ്പേഴ്സ് കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്. താഴെയും നമുക്ക് ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വീലാർസ് നോക്കാം. വീലാർസ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർസാണ്. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പിന് ടയർ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കാം, അലോയ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നു. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന ഡോർസ്, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും വീലാർസ് ഓക്കെയാണ്, നീറ്റായിട്ട് നിൽക്കുന്ന വീലാർസ്. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പിൽ നിൽക്കുന്ന ടയേഴ്സ്. അതേപോലെ തന്നെ ഇവിടെ അലോയ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന അലോയ്സ്. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല ഡിഫോഗറൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബോണറ്റ് ആയാലും അതേപോലെ ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി നോക്കാം. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോർ നോക്കാം. 2 ഡോർ ഇവിടെ പക്കാ കണ്ടീഷനിലേക്ക് 2 ഡോർസ്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 4 പവർ വിൻഡോസും അതേപോലെ തന്നെ ORM കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. ക്വാളിറ്റി നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എയർ ബാഗിന് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഡാഷ്ബോർഡ്. ഓഡോമീറ്ററൊക്കെ 47,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തേക്കണം. മിഡിൽ പാർട്ട് നോക്കാം. മ്യൂസിക് സിസ്റ്റമൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്നു. ഇവിടെയും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ മാറ്റൊക്കെ നല്ല നീറ്റായിട്ട് നീ കിടക്കുന്നു. ഫ്ലോർ നോക്കാം. ഫ്ലോറൊക്കെ ഒരു ഷോറൂം കണ്ടീഷനിലുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് കിടക്കണേ. സീറ്റ്സ് ഇവിടെ ആക്ച്വൽ വെൻറ്റിലേഷൻ അല്ലെങ്കിലും ഡോട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ബ്രീത്തബിൾ സീറ്റ്സാണ് കിടക്കണേ. ഇവിടെ ഡോറ് നോക്കാം. ഡോറും ഡുവൽ ടോണിലാണ് വന്നേക്കണേ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സീറ്റ്സ് നല്ല നീറ്റായിട്ട് 2 സീറ്റ്സ്. അതേപോലെ തന്നെ റൂഫും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ, എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് ഫ്രണ്ടിൽ 2 സ്ഥലത്ത് എയർ ബാഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു പവർ വിൻഡോസിൻ്റെ കൺട്രോൾ കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ്. അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റ് നോക്കാം. ഹെഡ് റെസ്റ്റും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഹെഡ് റെസ്റ്റ് ഇവിടെ നമുക്കൊരു ആംറെസ്റ്റും വരുന്നുണ്ട്. നല്ല വിശാലമായിട്ട് നമുക്ക് കൈ വെച്ച് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ആംറെസ്റ്റ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ഫുള്ള് ലുക്ക് നോക്കാം. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ജസ്റ്റ് ഇതിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെൻഡോൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ ഇത് 1.6 പെട്രോൾ എഞ്ചിനാണത്. അപ്പോൾ അതും കൂടെ കാണാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജ് കണ്ണിയൊക്കെ നോക്കാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആണോ, നല്ല വൃത്തിയിൽ തന്നെ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. ലിഡും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ സ്പോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസ് എന്താണ് അവസ്ഥ എന്ന് നോക്കിയേക്കാം. ഇവിടെ കീ ഒന്ന് എടുക്കട്ടെ. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. കണ്ടോ, വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസാണ്, നീറ്റാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളും ഇവിടെ കാണാനില്ല. കേട്ടോ, അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജസും കൂടി നോക്കിയേക്കാം. എഡ്ജസ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങൾ അതും നമുക്ക് സ്പോട്ട് ചെയ്യാം. കേട്ടോ, നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്കിനി പ്ലാറ്റ്ഫോം നപ്പിയിട്ട് ഇതിൻ്റെ ടയർ ഭാഗം നോക്കിയേക്കാം. ടയർ ഭാഗം നോക്കുമ്പോൾ കേട്ടോ, ലൈക്ക് ന്യൂ, റോഡ് ടച്ച് ചെയ്യാത്ത ടയേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ സ്പെയർ വീലിൻ്റെ റൂം നോക്കാം. വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ സ്പെയർ വീലിൻ്റെ റൂം. ആ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വാഹനം നല്ല ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയറും കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹൈലൈനിൽ വന്നേക്കണ ഫോക്സ്വാഗൻ്റെ വെൻഡോ കണ്ടു കഴിഞ്ഞ് 2014 ഇതിൻ്റെ മോഡൽ. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോ നേരെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ സബ്സ്ക്രൈബറിനടുത്ത് പറഞ്ഞേക്കാം. പിന്നെ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. 500 രൂപീസിന് ഡീസലോ പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. മിസ്സാക്കേണ്ട എല്ലാവരും കേട്ടോ. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ റേറ്റിനകത്തേക്ക് പോയേക്കാം. നമുക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം എല്ലാവരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,25,000 രൂപ, 5.25 lakhs ആണ് ആസ്കിങ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിനകത്തേക്ക് വിളിക്കാം, നമ്മൾ സബ്സ്ക്രൈബർ എടുത്ത് വന്നേക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.